ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ. മത്തായി 5-ന്റെ 14-15 വാക്യങ്ങൾ. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേൽ ഇരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല, തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഉപ്പിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് ആദ്യം കർത്താവ് പറഞ്ഞത്. എന്നാൽ ഉപ്പിൻ്റെ പ്രവർത്തനം അതിൻ്റെ ഉള്ളിലാണ് നടക്കുന്നത്. വെളിച്ചം ചുറ്റുപാടും വ്യാപിക്കുന്നു. ദൈവത്തിൻ്റെ ജനം ലോകത്തിൻ്റെ വെളിച്ചമാണ്, അല്ലെങ്കിൽ ആവണം. അവൻ ലോകത്തിലായിരുന്നപ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമായിരുന്നു. യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അവൻ്റെ അഭാവത്തിൽ അവൻ്റെ ജനം ലോകത്തിൻ്റെ വെളിച്ചമാണ്. എല്ലാ വിശ്വാസിക്കും ജീവന്റെ വെളിച്ചമുണ്ട്. അവൻ വെളിച്ചത്തിൻ്റെ പുത്രനുമാണ്. വെളിച്ചത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. വെളിച്ചം പവറാണ്, അതായത് ശക്തി സ്രോതസ്സാണ്. എല്ലാം വെളിപ്പെടുത്തുന്നത് വെളിച്ചമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ വായിക്കുന്നു, പ്രകാശിക്കേണ്ടതിന് 2 വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നു. അതിനെക്കുറിച്ചൊക്കെ മിക്ക വ്യാഖ്യാനങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടാകാം. അത് ക്രിസ്തുവിൻ്റെയും സഭയുടെയും സാദൃശ്യങ്ങളാണ് എന്ന ഒരു വ്യാഖ്യാനമുണ്ട്. ചന്ദ്രന് സ്വയമേ പ്രകാശമില്ല, സൂര്യപ്രകാശത്തെ പ്രതിബിംബിക്കുകയാണ്. എന്നാൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയ്ക്ക് കടന്നുകൂടുമ്പോൾ ചന്ദ്രന്റെ പ്രകാശം കുറയുന്നു. ഇതുപോലെയാണ് വിശ്വാസിയും അവനും ക്രിസ്തുവിനും ഇടയ്ക്ക് ലോകം വരുമ്പോൾ അവൻ്റെ പ്രകാശം നഷ്ടപ്പെടുന്നു. ദൈവജനം മലമേലിരിക്കുന്ന പട്ടണത്തിന് തുല്യമാണ്. അതിന് മറഞ്ഞിരിക്കാൻ ഒരിക്കലും കഴിയില്ല. എത്ര മറച്ചു പിടിച്ചാലും അത് മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കും. അവ ഉയർന്ന് ഇരിക്കും തോറും ഈ ലോകം വളരെ ചെറുതായിട്ടേ അവർക്ക് തോന്നുകയുള്ളൂ. ഒരു ഉന്നത സ്ഥാനത്ത് കയറി നിന്ന് ഭൂമിയിലേക്ക് നോക്കുന്ന ഒരുവന് ഈ കാര്യം പെട്ടെന്ന് തിരിച്ചറിയാം. അതുകൊണ്ട് മലമേൽ ഇരിക്കുന്ന പട്ടണം പോലെ ദൂരെ നിന്ന് കാണുന്നവർ ആ പ്രകാശം അനുഭവിക്കും എന്ന് കർത്താവ് സൂചിപ്പിക്കുകയാണ്. 15-ാം വാക്യത്തിൽ പറയുന്നത് അത് എവിടെയാണ് വെക്കേണ്ടത്. വിളക്ക് ശരിയായി പ്രകാശിക്കുന്നതിന് തണ്ടിന്മേൽ കൊളുത്തി വയ്ക്കുക, പറയുടെ കീഴിൽ വയ്ക്കരുത്. ഈ പറ എന്ന് പറയുന്നത് വ്യാപാരത്തെയും, അതായത് വ്യവസായത്തെയൊക്കെ പൊതുവെ കാണിക്കുന്ന ഒരു പ്രതീകമായിരുന്നു. ചില ദൈവമക്കൾ വ്യവസായ രംഗത്ത് പ്രവേശിച്ചതിനാൽ വെളിച്ചം മൂടുകയാണ് ചെയ്യുന്നത്. പ്രകാശിക്കാൻ കഴിയാത്ത വ്യാപാരങ്ങളിൽ ദൈവമക്കൾ പ്രവേശിക്കരുത്. മറ്റ് ചിലരുടെ ക്രിസ്തീയ ജീവിതവും പ്രവർത്തനവും സുഖജീവിതത്തിന് ഉദ്ദേശിച്ചുള്ളതാണ്. ഒരു ക്ലേശവും കഷ്ടതയും ഇല്ലാതെ സുഖമായ ഭക്ഷണം, സുഖമായ നിദ്ര, ഇതൊക്കെയാണ് ലക്ഷ്യം. അവർ കട്ടിലിൻ കീഴെ തങ്ങളുടെ വിളക്കുകളെ വെച്ച സാക്ഷ്യവും പ്രയോജനവുമൊക്കെ നഷ്ടപ്പെടുത്തി കളയുന്ന ആളുകളാണ്. വിളക്ക് പ്രകാശം കൊടുക്കേണ്ട സ്ഥലത്തിനേക്കാൾ ഉയരത്തിൽ ഇരിക്കണം. അതുപോലെയാണ് വിശ്വാസിയും ലോകത്തിന്മേൽ പ്രകാശിക്കേണ്ടത്. അപ്പോൾ ലോകത്തേക്കാൾ ഉയർന്നിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ലോകത്തോട് ഇടകലർന്നു പോയാൽ നമ്മുടെ പ്രകാശത്തിന് മങ്ങലേൽക്കും. അതുകൊണ്ട് നിരന്തരം പ്രകാശിക്കേണ്ടവരാണ് ദൈവജനം.
അത് മാത്രമല്ല, നേരെ പ്രകാശിക്കേണ്ടവരുമാണ്. രാത്രി മുഴുവൻ ദേവാലയത്തിൽ അവർ പ്രകാശിച്ചുകൊണ്ട് ഇരിക്കേണ്ടതാണ്. സൂര്യനിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് ഭൂമിക്ക് അത് പ്രതിബിംബിക്കുന്ന ചന്ദ്രനെ പോലെ ദൈവത്തിൻ്റെ പ്രകാശം ആർജിച്ച് ആ പ്രകാശം ലോകത്തിന് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മിലൂടെ ക്രിസ്തു പ്രകാശിക്കണം. ക്രിസ്മസിൻ്റെ കാലയളവാണല്ലോ. നക്ഷത്രം കണ്ട വിദ്വാൻമാർ അത് കണ്ട ഇടത്തേക്ക് യാത്ര ചെയ്യുന്നു. അവരുടെ മുൻപിൽ അതൊരു സൂചനയായിരുന്നു, അടയാളമായിരുന്നു, വഴികാട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ ക്രിസ്തു സാന്നിധ്യത്തെ മറ്റുള്ളവർ തിരിച്ചറിയത്തക്ക വിധത്തിൽ പ്രകാശത്തിൻ്റെ അടയാളം വഹിക്കാൻ ക്രിസ്മസിൻ്റെ കാലയളവിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവെ, പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പ്രകാശം ഉള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഉള്ളിലുള്ള പ്രകാശത്തെ അണച്ചു കളയാതിരിക്കാനുള്ള കൃപ നൽകണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഞങ്ങളുടെ യാത്രകൾ, ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ ഉത്തരവാദിത്വ നിർവഹണങ്ങൾ, ഇതൊക്കെ വിശ്വസ്തയോടും സുരക്ഷിതത്വത്തോടും ചെയ്യുവാനുള്ള കൃപ നൽകണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക അനുഗ്രഹവും കൃപയും കാവലും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ.